തൃശ്ശൂരിലെ വോട്ട് വിവാദത്തിന് പിന്നാലെ പല മാധ്യമങ്ങളും പറഞ്ഞിരുന്നതാണ് സുരേഷ് ഗോപി മൗനത്തിലാണെന്ന്. പക്ഷേ ഇന്നലെ അദ്ദേഹം മറുപടി നൽകിയപ്പോൾ പറയുകയാണ് പലരെ അപമാനിച്ചു എന്നാണ്. വാനരൻ എന്ന് വിളിച്ചു. മൗനം പാലിച്ചാലും പ്രശ്നം, വാ തുറന്നാലും പ്രശ്നം. അല്ല, അത് കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രനും പറഞ്ഞിരുന്നല്ലോ. ശോഭാ സുരേന്ദ്രനോട് ഒരു മാധ്യമ പ്രവർത്തക ചോദിച്ചു, എന്തുകൊണ്ട് സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല ഈ തൃശ്ശൂരിലെ വോട്ട് വിവാദത്തെക്കുറിച്ച്. അപ്പോൾ അതിന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ മറുപടി ആണ്, നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകയാണ് അദ്ദേഹത്തിനോട് കോഴിക്കോട് വെച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസാരിച്ചതും അന്ന് അദ്ദേഹത്തിനെതിരെ ഉയർന്ന പരാതിയും അത് സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു പരാതിയാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നത്. അതിന് കേസിൻ്റെ വഴിക്ക് പോകുന്നു. അദ്ദേഹം ആ പെൺകുട്ടിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് മാപ്പ് ചോദിക്കുന്നു, എനിക്ക് അങ്ങനെ ഒരു ദുരുദ്ദേശവും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിശദീകരിച്ചെങ്കിലും മാധ്യമങ്ങൾ വിടാതെ അദ്ദേഹത്തെ പിന്തുടർന്ന് വേട്ടയാടുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തിലും അതാണ് ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് അദ്ദേഹം എന്തിന് പ്രതികരിക്കണം? അദ്ദേഹം എന്ത് പറഞ്ഞാലും നിങ്ങൾ വിവാദമാണ്. അദ്ദേഹം നല്ല കാര്യം പറഞ്ഞാലും അദ്ദേഹം തൻ്റെ ഭാഗം എന്താണ് എനിക്ക് പറയാനുള്ളത്, തൻ്റെ ഭാഗത്തെ ന്യായം എന്താണ്, അത് അദ്ദേഹം പറഞ്ഞാലും നിങ്ങൾ അതിനെ വിവാദമാക്കും. അതുകൊണ്ട് അദ്ദേഹം മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത്. മനുഷ്യരല്ലേ, എത്ര നാൾ ഇതൊക്കെ സഹിക്കും? ഇപ്പോൾ എന്തായാലും ഈ വാനരനുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളും DCC പ്രസിഡന്റും അനിൽ അക്കരയും അടക്കമുള്ളവർ എല്ലാവരും രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല. മാധ്യമങ്ങൾ പറയുന്നു അവരെ അപമാനിച്ചു എന്ന്, കോൺഗ്രസ് പറയുന്നു അവരെ അപമാനിച്ചു എന്ന്. എന്നാൽ സുനിൽകുമാർ മാത്രം മൗനം പാലിക്കുന്നുണ്ട്. അല്ല, അതിപ്പോ അതിൽ ഏറ്റവും DCC പ്രസിഡന്റ് പറയുന്ന സുരേഷ് ഗോപി പോയി കണ്ണാടിയിൽ നോക്കണം, അവിടെ വാനരനെ കാണാം. സുരേഷ് ഗോപി ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ലല്ലോ. വാനരന്മാർ കോടതിയിൽ പോയി ചോദിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതായത് നമുക്കറിയാം, ഈ വോട്ട് വിവാദം സുരേഷ് ഗോപിയുടെ ജയം അംഗീകരിക്കാൻ ഈ രണ്ട് മുന്നണികൾക്കും സാധിച്ചിട്ടില്ല. അവരാരും പ്രതീക്ഷിച്ചില്ല BJP കേരളത്തിൽ ജയിക്കും, സുരേഷ് ഗോപി ജയിക്കും. സുരേഷ് ഗോപിയെ ഒരു ബഫൂണാക്കി, ഒരു കോമാളിയാക്കി ചിത്രീകരിക്കാൻ ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും മത്സരിക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. സുരേഷ് ഗോപിയുടെ സിനിമാ സ്റ്റൈലിലുള്ള ഡയലോഗ്, ആ രീതിയിലുള്ള പെരുമാറ്റം, ഇതിനെയൊക്കെ ട്രോളി, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പരമാവധി ട്രോളി അദ്ദേഹത്തെ നാണം കെടുത്താൻ ഇവർ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ 3,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. എന്തിനു പറയുന്നു, ഈ സുനിൽകുമാർ മത്സരിച്ച അദ്ദേഹത്തിൻ്റെ സ്വന്തം ബൂത്തിൽ, അന്തിക്കാട് ബൂത്തിൽ, അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ അദ്ദേഹം പുറകിലാണ്. സുരേഷ് ഗോപി 137 വോട്ടുകൾക്കാണ് അവിടെ ലീഡ് ചെയ്തത്. 137 139 വോട്ടുകൾക്കാണ് അവിടെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ ഈ ഇടത് വലത് മുന്നണികളുടെ മുഖത്ത് കിട്ടിയ ഒരു അടിയാണ് സുരേഷ് ഗോപിയുടെ വിജയം. അത് മാത്രമല്ല, കെ മുരളീധരൻ വലിയ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് അവിടെ വന്നത്. ഇപ്പോൾ ജയിക്കും, കാരണം തൃശ്ശൂരാണ് തൻ്റെ അച്ഛൻ്റെ തട്ടകമാണ്, തൻ്റെ തട്ടകമാണ്. തൃശ്ശൂരിൽ കോൺഗ്രസിന് ഏതാണ്ട് 1,00,000-ലധികം തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുൻപുള്ള ദിവസം മാധ്യമങ്ങൾ മുരളീധരന്റെ പ്രതികരണം എടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നാളെ ഞാൻ ജയിച്ചു കഴിഞ്ഞു, സുരേഷ് ഗോപിയിൽ ആരാണ്, അദ്ദേഹം 3ാം സ്ഥാനത്ത് പോകുമെന്ന്. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. UDFന് അനുകൂലമായ മനോരമ കുറച്ചു ദിവസം മുൻപ് സർവേ പുറത്തുവിട്ടിരുന്നു. അതിൽ 3ാം സ്ഥാനമാണ് സുരേഷ് ഗോപിക്ക് നൽകുന്നത്. 3ാം സ്ഥാനം മാത്രമല്ല, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടുണ്ടായിരുന്നോ അതിനേക്കാൾ കുറവ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനവർ പല കാരണങ്ങൾ നിരത്തുന്നു. ആ സമയത്തുണ്ടായ വിവാദങ്ങളും അവിടെ പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധിയും സംഘടനാ പ്രവർത്തനം ശരിയായി നടക്കുന്നില്ല എന്നെല്ലാം വലിയ രീതിയിലുള്ള കണ്ടെത്തലായിരുന്നു. ആ കണ്ടെത്തലുകളൊക്കെ പൊളിഞ്ഞു പോയില്ലേ ഈ പറഞ്ഞതുപോലെ? അതോടൊപ്പം തന്നെ ആ സമയത്ത് അറിയാമല്ലോ, നരേന്ദ്രമോദി നിരന്തരം തൃശ്ശൂരിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പറയുകയാണ്, നരേന്ദ്രമോദി വന്നത് വെറുതെ ആയിപ്പോയി, കഷ്ടം തന്നെ. അല്ല, അതൊക്കെ റിസൾട്ട് വന്നപ്പോൾ കണ്ടല്ലോ, നരേന്ദ്രമോദി വന്നത് വെറുതെ ആണോ അല്ലയോ, തൃശ്ശൂരിനെ സുരേഷ് ഗോപി എടുത്തോ ഇല്ലയോ എന്നൊക്കെ കണ്ടല്ലോ. എന്തായാലും ഈ 2019 തെരഞ്ഞെടുപ്പിൽ 1,00,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പ്രതാപൻ അവിടുന്ന് ജയിച്ചത്. അന്ന് സുരേഷ് ഗോപിക്ക് സമയം കിട്ടിയില്ല, 1 മാസത്തിൽ താഴെയാണ് സമയം കിട്ടിയത് അവിടെ. എന്നിട്ടും അദ്ദേഹം 2,93,000 വോട്ട് അവിടെ പിടിച്ചു. അതിൽ നിന്ന് ഏതാണ്ട് ഒരു 1,15,00,000 വോട്ടുകൾ കൂടുതൽ
പിടിച്ചു. ഈ പറഞ്ഞതുപോലെ വോട്ട് ചേർത്തും പുതിയ വോട്ടുകൾ ചേർത്തും ചിട്ടയായ പ്രവർത്തനത്തിലൂടെ 5 വർഷം അവിടെ ചെലവഴിച്ച് തൻ്റെ MP ഫണ്ട് ഉപയോഗിച്ച് തൃശ്ശൂരിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അദ്ദേഹം തൃശ്ശൂരിന് മാത്രമല്ല ചെയ്തത്, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകൾക്കും അദ്ദേഹം തൻ്റെ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ തൃശ്ശൂരിനും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്താണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ താലങ്ങും വിലങ്ങും ആക്രമിച്ചു. ഒരു രീതിയിലും അദ്ദേഹത്തെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്താൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഒരു ലൈംഗിക വിവാദം അദ്ദേഹത്തിന് നേരെ കൊണ്ടുവന്ന ഒരു പീഡന കുറ്റം അദ്ദേഹത്തിൽ ആരോപിച്ചത്. പരസ്യമായിട്ട് എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കെയാണ് ആ സംഭവം ഉണ്ടായത്. അതിന് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ ചെയ്യുന്നത് സാധാരണ ഈ വാനരന്മാരാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്തു. നമുക്കറിയാം, ഈ മർക്കടമുഷ്ടി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മദ്യപിച്ച് മതോന്മത്തനായിരിക്കുന്ന ഒരു വാനരൻ, ഒരു കുരങ്ങൻ, ആ കുരങ്ങൻ അതിൻ്റെ വാലിൽ ഒരു തേളുകൂടെ കുത്തിയാലോ ആ കുരങ്ങൻ ഭ്രാന്തെടുത്ത് എന്തും ചെയ്യും. ഇതൊരു ഉപമയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേറ്റീവ്, അങ്ങനെ ഒരു ആഖ്യാനം കൊടുത്തുകൊണ്ടൊക്കെയാണ് സുരേഷ് ഗോപി പലതും സംസാരിച്ചിരിക്കുന്നത്. ഇവരൊക്കെ ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ പൂരം കലക്കി എന്തൊക്കെ വിവാദങ്ങളെ കൊണ്ടൊന്ന് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞതുപോലെ ആംബുലൻസിൽ അവിടെ വന്നു. അതിനു വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം, തൻ്റെ മുന്നണിയിൽ മുന്നണിയുടെ ഭരണം നടക്കുകയാണ്. CPM-ൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ്. എന്നിട്ടും സുനിൽകുമാർ പറഞ്ഞതാണ്, ഈ പോലീസിൻ്റെ സഹായത്തോടു കൂടി സുരേഷ് ഗോപി പൂരം കലക്കിയാണ് വിജയം. ഈ പൂരം കലക്കിയാൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം മുഴുവനും ഇനി പിടിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു പൂരം കലക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പൂരത്തിനകത്ത് ഇടപെട്ടത് കൊണ്ട് തൃശ്ശൂരിലെ ജനങ്ങളെ മുഴുവനും കയ്യിലെടുക്കാൻ, ഈ 3.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ ആവശ്യമായ BJP അങ്ങനെ വിചാരിച്ചാൽ കേരളത്തിൽ എന്ത് സംഭവിക്കും എന്ന് അതാണല്ലോ ഇപ്പോൾ ഇവർ പറയുന്നത്. ഇപ്പോൾ BJPക്ക് നാളെ ഇതുപോലെ ആറ്റുകാൽ പൊങ്കാല കലക്കി തിരുവനന്തപുരത്ത് BJP ജയിക്കും എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും കൊള്ളാം. കലക്കാനുള്ള സ്വാധീനവും BJPക്ക് ഉണ്ട്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ഈ വാനരന്മാർ കോടതിയിൽ പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞത്. അതിനകത്ത് മറ്റു വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവർക്ക് രാഷ്ട്രീയമായിട്ട് അതും ഒരു വിവാദമാക്കാം. മാധ്യമങ്ങൾ അതിനെ എടുത്ത് പയറ്റും. അവരെ സംബന്ധിച്ച് ഈ വ്യൂവർഷിപ്പ് കൂടാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങൾ എന്തും ചെയ്യും. അതിന് അവർക്ക് വീണത് വിദ്യയാക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി ഒരു വാക്ക് പറഞ്ഞു, ആ വാക്കിൽ കയറി പിടിച്ചു. അത് അക്കരയായാലും ഇക്കരയായാലും കോടതിയിൽ പോയി ചോദിക്കട്ടെ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം വലിയ രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ വിവാദമാക്കി കത്തിച്ച് നിർത്തുക, അതിലൂടെ ഈ പറയുന്ന BJPയെക്കുറിച്ചുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുക, അതെല്ലാം ഇതിനകത്ത് നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഗുരുവായൂർ മാത്രമാണ് സുരേഷ് ഗോപി 2ാം സ്ഥാനത്തായിപ്പോയത്. ബാക്കി എല്ലാ മണ്ഡലത്തിലും സുരേഷ് ഗോപി 1ാം സ്ഥാനത്തെത്തി. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ, BJPയുടെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ, ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി തൊട്ട് ഏറ്റവും താഴെ തട്ടിലെ ഒരു ബൂത്ത് പ്രവർത്തകൻ വരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചപ്പോൾ BJPക്ക് അവിടെ വിജയിക്കാൻ പറ്റി. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അതിൽ ചെളിവാരി എറിഞ്ഞിട്ട് കാര്യമില്ല, ആ വിജയത്തെ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി, വർഷം 1 കഴിഞ്ഞു, സുരേഷ് ഗോപി മന്ത്രിയായിട്ടിരിക്കുകയാണ്. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത്, നിങ്ങൾ പ്രതികരിക്കേണ്ടത് അവരാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എനിക്ക് പ്രതികരിക്കാൻ അതിനകത്ത് യാതൊന്നുമില്ല. ഞാനൊരു മന്ത്രിയാണ്, ആ മന്ത്രിയുടെ പണി ഞാൻ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്, അത് ഞാൻ നിറവേറ്റുന്നുണ്ട്, ആ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരോട് പോയി ചോദിക്കുക, അല്ലെങ്കിൽ കോടതിയിൽ പോകും. ഈ പറഞ്ഞ ഒരുപാട് വാനരന്മാർ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അവരൊക്കെ കോടതിയിൽ പോട്ടെ, കോടതി ചെന്ന് കോടതിയിൽ പരാതി കൊടുക്കട്ടെ. അപ്പോൾ കോടതിയിൽ പരാതി കൊടുക്കാൻ ഇവർക്കാർക്കും ധൈര്യമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി, സത്യവാങ്മൂലം ഉൾപ്പെടെ പരാതി കൊടുക്കാൻ രാഹുൽ ഗാന്ധി തൊട്ട് കെ മുരളീധരൻ വരെയുള്ള, TN പ്രതാപൻ വരെയുള്ളവർക്ക് ധൈര്യമില്ല. ഇപ്പോൾ പ്രതാപൻ പറയണത് പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ്. എന്താ, സുരേഷ് ഗോപി അന്യായമായിട്ട് വോട്ട് ചേർത്തു. പ്രതാപ വോട്ട് ചേർത്തെങ്കിൽ അത് പരാതിപ്പെടേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുക്കലാണ്, പോലീസിലല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം വന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് പോലീസിനോട് ഈ വിഷയത്തിൽ കേസെടുക്കണം എന്ന് പറഞ്ഞാൽ പോലീസ് കേസെടുക്കും. അതാണ് അതിൻ്റെ നിയമപരമായ രീതി, അതാണ് വഴി, അതാണ്. അതിന് പകരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പ്രതാപനൊക്കെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ ഈ പറഞ്ഞ എങ്ങനെയെങ്കിലും കെ മുരളീധരൻ ഒന്ന് അവിടെ വന്ന് നിന്നാൽ മതി. കാരണം എന്തായാലും തോക്കുമെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് പ്രതാപൻ അറിയാം.
അത്രയും നല്ല പ്രകടനമാണല്ലോ 5 വർഷം അദ്ദേഹം നടത്തിയത്. ആ പ്രകടനത്തിൻ്റെ മേന്മ കൊണ്ട് അവിടെ കോൺഗ്രസ് തീർച്ചയായിട്ടും 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും എന്ന് ലോകത്ത് മറ്റാരെക്കാളും നന്നായിട്ട് അറിയുന്നയാൾ ടി.എൻ. പ്രതാപനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുരളീധരൻ്റെ വരവിനെ സർവാത്മനാ സ്വാഗതം ചെയ്ത് 2 കൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തു. ആ പ്രതാപനാണ് ഇപ്പോൾ പറയുന്നത് സുരേഷ് ഗോപി അന്യായമായിട്ട് നിയമവിരുദ്ധമായിട്ട് അവിടെ വോട്ട് ചേർത്തു എന്ന്. സ്വന്തം പേര് അങ്ങോട്ട് അങ്ങേര് വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് അങ്ങേര് വോട്ട് ചേർത്തു. അത് ഏത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏത് വകുപ്പിലാണ്, ഏത് ചട്ടത്തിലാണ് അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ളത്? അത് നിയമലംഘനമാകുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ തന്നെ പരാതിപ്പെടേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുക്കലാണ്, അല്ലാതെ പോലീസിലല്ല. ഇതൊന്നും അറിയാത്തയാളല്ല ടി.എൻ. പ്രതാപൻ. 10-30 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളാണ്. അപ്പോൾ ചെളിവാരി എറിഞ്ഞ് പരമാവധി കൂവി തോൽപ്പിക്കുക സുരേഷ് ഗോപിയെ. എന്തായാലും അവർക്ക് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പറ്റിയില്ല. ഇനി അതുകൊണ്ട് കൂവി തോൽപ്പിക്കാനാണ് ശ്രമം. അതിന് ഇടത് വലത് മുന്നണികൾ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് സുരേഷ് ഗോപി വാനരന്മാർ കോടതിയിൽ പോകട്ടെ എന്ന് പറഞ്ഞ് വിട്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.